സ്വതന്ത്രമായി നടക്കാൻ കഴിഞ്ഞു. അതുപോലെ ഹൈപ്പർ അക്യൂട്ട് അല്ലെങ്കിൽ അക്യൂട്ട് റിജക്ഷൻ പ്രതികരണങ്ങളൊന്നും രോഗിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, രോഗിയുടെ ശരീരത്തിൽ കരളിന്റെ പ്രവർത്തനം തീർത്തും സാധാരണ നിലയിലായതായും സർവകലാശാലയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. പന്നിയുടെ 514 ഗ്രാം ഭാരമുള്ള കരൾ രോഗിയുടെ ശരീരം നിരസിക്കുന്നതും പ്രവർത്തന വൈകല്യവും തടയാൻ 10 ജനിതക മാറ്റങ്ങളായിരുന്നു വരുത്തിയിരുന്നത്. സാധാരണ സെനോ ട്രാൻസ്പ്ലാന്റുകളിൽ മനുഷ്യന്റെ ശരീരം അവയവത്തെ നിരസിക്കുന്ന പ്രവണത കൂടുതലായിരുന്നു. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവേഷകർ പന്നിയുടെ അവയവങ്ങളെ ജനിതക മാറ്റം വരുത്തി അവയെ കൂടുതൽ മനുഷ്യരുടേതാക്കി മാറ്റാൻ തുടങ്ങി. കഴിഞ്ഞ ജനുവരിയിലാണ് പന്നിയിൽ നിന്നും മനുഷ്യനിലേക്ക് കരൾ മാറ്റിവെച്ച ശസ്ത്രക്രിയ പരീക്ഷണം ആദ്യമായി നടന്നതെന്ന് ന്യൂസ് ബൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പെൻസിൽവാനിയ സർവകലാശാലയിലെ ഈ പരീക്ഷണം മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യനിലാണ് നടത്തിയത്. ഈ പരീക്ഷണത്തിൽ പന്നിയുടെ കരൾ 72 മണിക്കൂർ രക്തശുദ്ധീകരണത്തിനുള്ള ഒരു ബാഹ്യ പാലമായി പ്രവർത്തിച്ച് രക്തം ഫലപ്രദമായി ഫിൽട്ടർ ചെയ്തു. ഈ നൂതന രീതി കരൾ മാറ്റിവെക്കൽ